ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1992 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസും റിലീസ് സെന്ററുകളിൽ പ്രദർശിപ്പിച്ച ദിവസങ്ങളും തിരുവനന്തപുരത്തെ കളക്ഷൻ ഡീറ്റെയിൽസുമാണ്. അഭിനേതാവെന്ന നിലയിലും താരമെന്ന നിലയിലും ഒരേപോലെ തിളങ്ങിയ ഒരു വർഷമായിരുന്നു 92 മോഹൻലാലിൻ്റെതായി കടന്നുപോയത്. ആകെ 9 ചിത്രങ്ങളിലാണ് 92 മോഹൻലാൽ അഭിനയിച്ചത്. 92 മോഹൻലാൽ അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ജനുവരി 23 തിയേറ്ററുകളിലെത്തിയ സതയം. സിബി മലലിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ ചിത്രത്തിന്റെ രചന MD വാസുദേവൻ നായരായിരുന്നു നിർവഹിച്ചിരുന്നത്. സതയം 21 സെന്ററുകളിലാണ് റിലീസ് ചെയ്തത്. മികച്ച ചിത്രമെന്ന അഭിപ്രായം നേടിയ സതയം എന്നാൽ കൊമേഴ്സ്യൽ ചേരുവകളുടെ അഭാവം കാരണം ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ 7 Arts നിർമ്മിച്ച ഈ ചിത്രം സാമ്പത്തികമായി പരാജയമായിരുന്നു. ഈ ചിത്രം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം SL കോംപ്ലക്സിൽ 78 ദിവസം പ്രദർശിപ്പിച്ച സതയം 6,90,000 രൂപയാണ് അവിടെ നിന്ന് ഗ്രോസ് കളക്ഷൻ നേടിയത്. മോഹൻലാലിന്റെ മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് സമ്പന്നമായ സതയത്തിൽ മാധു ആയിരുന്നു നായിക. 92 മോഹൻലാലിന്റേതായി പുറത്തിറങ്ങിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു കമലദളം. പ്രണവ് ആർട്സിന്റെ ബാനറിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം മാർച്ച് 27 തിയേറ്ററുകളിലെത്തിയിരുന്നത്. 17 സെന്ററുകളിൽ റിലീസ് ചെയ്ത കമലദളത്തിന്റെ കഥാതിരക്കഥാ സംഭാഷണം ലോഹിതദാസ് ആയിരുന്നു നിർവഹിച്ചിരുന്നത്. സംഗീതത്തിനും കുടുംബ ബന്ധങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയിൽ വമ്പൻ വിജയമാണ് അക്കാലത്ത് നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു കമലദളം. കമലദളം തിരുവനന്തപുരം SL കോംപ്ലക്സിലാണ് ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത്. അവിടെ 105 ദിവസം പ്രദർശിപ്പിച്ച് 12,20,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയത്. കമലദളം കേരളത്തിലെ റിലീസിംഗ് സെന്ററുകളിൽ നിന്ന് ആകെ 1,28,00,000 ഗ്രോസ് കളക്ഷൻ നേടിയത്. 92 മോഹൻലാലിന്റേതായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു മെയ് 1 തിയേറ്ററുകളിലെത്തിയ അഹം. ശ്രീ ശങ്കര ആർട്സ് നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് രാജീവ് നാഥ് ആയിരുന്നു. ഒരു സൈക്കോളജിക്കൽ ക്ലാസ് കാറ്റഗറിയിലുള്ള ചിത്രമായ അഹത്തിൽ മോഹൻലാൽ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. അഹം 25 സെന്ററുകളിലാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. മോഹൻലാൽ ഒരു പ്രത്യേകതരം മനോരോഗിയായി ഗംഭീര പ്രകടനം കാഴ്ചവെച്ച അഹം ക്ലാസ് ചിത്രം എന്ന പേര് നേടിയെങ്കിലും കൊമേഴ്സ്യൽ ചേരുവകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമായിരുന്നു. അഹം തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം അജന്ത തിയേറ്ററിൽ 42 ദിവസം പ്രദർശിപ്പിച്ച ഈ ചിത്രം അവിടെ നിന്ന് 4,78,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയത്. ഉർവശി, രമ്യാകൃഷ്ണൻ, നെടുമുടി വേണു, സുരേഷ് ഗോപി തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം രവീന്ദ്രന്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ മികച്ച ഗാനങ്ങൾ കൊണ്ടാണ് ഏറെ ശ്രദ്ധ നേടിയത്. 92 മോഹൻലാലിന്റേതായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ജൂലൈ 9 തിയേറ്ററുകളിലെത്തിയ രാജശില്പി. പാദമുദ്ര എന്ന ചിത്രത്തിന് ശേഷം R സുകുമാരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ക്ലാസ് ചിത്രമായിരുന്നു. മോഹൻലാൽ ശംഭു എന്ന ശില്പിയായി വേഷമിട്ട ഈ ചിത്രത്തിൽ ഭാനുപ്രിയയായിരുന്നു നായക വേഷം കൈകാര്യം ചെയ്തത്. രാജശില്പി 21 സെന്ററുകളിലാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. രാജശില്പി എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു രാജശില്പി. രാജശില്പി തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം SL കോംപ്ലക്സിൽ 62 ദിവസം പ്രദർശിപ്പിച്ച രാജശില്പി അവിടെ നിന്ന് 5,70,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയത്. രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച 4 മനോഹര ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. 92 മോഹൻലാലിന്റേതായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു യോദ്ധ. നേപ്പാളിന്റെ പശ്ചാത്തലത്തിലൊരുക്കിയ ഈ ചിത്രം ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 3 തിയേറ്ററുകളിലെത്തിയിരുന്നത്. സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഹൈ ക്ലാസ് ആക്ഷൻ എന്റർടൈനർ ആയിരുന്നു. ശശിധരൻ നാറാട്ട് വഴി തിരക്കഥ ഒരുക്കിയ ഈ ചിത്രം ആകെ 26 സെന്ററുകളിലാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ ഓണക്കാലത്ത് റിലീസ് ചെയ്തത്. മോഹൻലാൽ ആരാധകർക്ക് ഏറെ സംതൃപ്തി നൽകിയ യോദ്ധ മികച്ച കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം നേടുന്ന മികച്ച കളക്ഷൻ സ്വന്തമാക്കിയ യോദ്ധ എന്നാൽ ഹൈ ബഡ്ജറ്റ് കാരണമാണ് ഹിറ്റ് സ്റ്റാറ്റസിൽ ഒതുങ്ങിയത്. യോദ്ധ എറണാകുളം ഷേണൈസ് കോംപ്ലക്സിലും തിരുവനന്തപുരം അജന്ത കോംപ്ലക്സിലുമാണ് ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത്. 75 ദിവസമായിരുന്നു ഇവിടെ പ്രദർശനം നേടിയത്. ഇതിൽ തിരുവനന്തപുരത്ത് 75 ദിവസം പ്രദർശിപ്പിച്ച് 12,00,000 രൂപ ഗ്രോസ് കളക്ഷൻസ് കരസ്ഥമാക്കി. യോദ്ധ ആകെ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് 1,68,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയത്.
92-ൽ മോഹൻലാലിനായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു അദ്വൈതം. ഓണത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 4-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം പ്രിയദർശനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. വമ്പൻ ക്യാൻവാസിൽ വൻ താരനിരയുമായി പുറത്തിറങ്ങിയ അദ്വൈതം ആകെ 20 സെന്ററുകളായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. ടി ദാമോദരൻ തിരക്കഥയൊരുക്കിയ ഈ ചിത്രം ഓണം സീസണിന്റെ അഡ്വാൻറ്റേജിലും മികച്ച ചിത്രമെന്ന അഭിപ്രായം നേടുകയും വഴി ഗംഭീര കളക്ഷൻ സ്വന്തമാക്കി സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് അക്കാലത്ത് നേടിയെടുത്തത്. അദ്വൈതം ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത് കോഴിക്കോട് സംഘം തിയേറ്ററിലാണ്. അവിടെ 111 ദിവസമാണ് ഈ ചിത്രം പ്രദർശിപ്പിച്ചത്. ഇതിൽ തിരുവനന്തപുരത്ത് 100 ദിവസം പ്രദർശിപ്പിച്ച് 12,65,000 രൂപയാണ് അദ്വൈതം ഗ്രോസ് കളക്ഷനായി നേടിയത്. 92-ൽ മോഹൻലാലിൻ്റെതായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു സുനിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അനിൽ സംവിധാനം ചെയ്ത സൂര്യഗായത്രി. നവംബർ 5-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം മോഹൻലാലിന്റെ ഗംഭീര പ്രകടനം കൊണ്ടാണ് ഏറെ ശ്രദ്ധ നേടിയത്. സൂര്യഗായത്രി 19 സെന്ററുകളിലാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. ആദ്യ പകുതിയിലെ ഫാമിലി സെന്റിമെന്റ്സും രണ്ടാം പകുതിയിലെ റിവെഞ്ചും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോയെങ്കിലും ക്ലൈമാക്സിലെ നായകന്റെ യൂട്ടേൺ ചിത്രത്തെക്കുറിച്ച് മിക്സ്ഡ് ഒപ്പീനിയൻ വരാൻ ഇടയാക്കി. അതുകൊണ്ട് തന്നെ മികച്ചൊരു ചിത്രമായി മാറുമായിരുന്ന സൂര്യഗായത്രി ബോക്സ് ഓഫീസിൽ ഒരു പരാജയത്തിൽ കലാശിച്ചു. സൂര്യഗായത്രി തിരുവനന്തപുരം ധന്യരമ്യ കോംപ്ലക്സിലാണ് ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത്. അവിടെ നിന്ന് 50 ദിവസം പ്രദർശിപ്പിച്ച ഈ ചിത്രം 7,14,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയത്. രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച അതിമനോഹരമായ ഗാനങ്ങൾ ഈ ചിത്രത്തിന് ഏറെ മുതൽക്കൂട്ടായി. 92-ൽ മോഹൻലാലിനായി പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഡിസംബർ 23-ന് തിയേറ്ററുകളിലെത്തിയ നാടോടി. ക്രിസ്മസിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം തമ്പി കണ്ണന്താനമായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. 25 സെന്ററുകളിൽ റിലീസ് ചെയ്ത ഈ ചിത്രത്തിന്റെ തിരക്കഥ ടി എ റസാഖായിരുന്നു നിർവഹിച്ചിരുന്നത്. മോഹൻലാലിനെ കൂടാതെ സുരേഷ് ഗോപിയും പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്ത നാടോടി ക്രിസ്മസ് സീസണിന്റെ അഡ്വാൻറ്റേജിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു. നാടോടി തിരുവനന്തപുരം SL കോംപ്ലക്സിലാണ് ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരത്ത് 75 ദിവസം പ്രദർശിപ്പിച്ച് 11,50,000 രൂപയായിരുന്നു ഗ്രോസ് കളക്ഷൻ നേടിയത്. റിലീസ് സെന്ററുകളിൽ നിന്ന് ആകെ ഗ്രോസ് കളക്ഷനായി നേടിയത് 1,22,00,000 രൂപയായിരുന്നു. 92-ൽ മോഹൻലാൽ അഭിനയിച്ച അവസാനത്തെ ചിത്രമായിരുന്നു വിയറ്റ്നാം കോളനി. ഡിസംബർ 25-ന് ക്രിസ്മസിനോടനുബന്ധിച്ച് റിലീസ് ചെയ്ത ഈ ചിത്രം സിദ്ദിഖ് ലാൽ ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. പ്രസിഡന്റ് മൂവീസ് നിർമ്മിച്ച ഈ ചിത്രം 25 സെന്ററുകളായിരുന്നു റിലീസ് ചെയ്തിരുന്നത്. മോഹൻലാൽ ആദ്യമായി സൂപ്പർ ഹിറ്റ് സംവിധായകരായ സിദ്ദിഖ് ലാലുമായി ഒരുമിച്ച ഈ ചിത്രം വമ്പൻ ഹൈപ്പിലായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയെടുത്ത ഈ ചിത്രം ഗംഭീര കളക്ഷനായിരുന്നു അക്കാലത്ത് സ്വന്തമാക്കിയത്. മികച്ച ചിത്രമെന്ന അഭിപ്രായം നേടിയ വിയറ്റ്നാം കോളനി തിരുവനന്തപുരത്ത് 203 ദിവസം പ്രദർശിപ്പിച്ച 22,30,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയത്. ആകെ സമ്മറി നോക്കുമ്പോൾ മോഹൻലാലിൻ്റെ 92-ലെ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ച 3 ചിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമ്പർ 1 203 ദിവസം പ്രദർശിപ്പിച്ച വിയറ്റ്നാം കോളനി, നമ്പർ 2 111 ദിവസം പ്രദർശിപ്പിച്ച അദ്വൈതം, നമ്പർ 3 105 ദിവസം പ്രദർശിപ്പിച്ച കമലദളം. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എടുത്തു നോക്കിയാൽ വിയറ്റ്നാം കോളനി തന്നെയാണ് നമ്പർ 1, 22 ലക്ഷത്തിന് മുകളിൽ കളക്ട് ചെയ്തു. നമ്പർ 2 അദ്വൈതം, നമ്പർ 3 12,20,000 കളക്ട് ചെയ്ത കമലദളം. ഇത്രയുമാണ് 1992-ലെ മോഹൻലാൽ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.